ഹലോ ഫ്രണ്ട്സ്, നല്ല രുചിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി മീൻ പീരയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഞാൻ അരമുറി തേങ്ങയാണ് ഇവിടെ എടുത്തേക്കുന്നത്. നമുക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു 3 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 6 അല്ലി ചുവന്നുള്ളി, 1/4 ടീസ്പൂൺ ജീരകം, ചെറിയ ജീരകമാണ് ഞാൻ ഇട്ടേക്കുന്നത്. ഇത് വേണമെങ്കിൽ ഇട്ടാൽ മതി. ചിലർക്ക് ഈ ജീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇടണ്ട. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി. പച്ചമുളക് ഞാൻ ഇതിനകത്ത് അരയ്ക്കുന്നില്ല, ഞാൻ അതിനകത്തൊക്കെ അരിഞ്ഞിടത്തേ ഉള്ളൂ. 1 ടീസ്പൂൺ വെളിച്ചെണ്ണ. അപ്പോൾ നമുക്കിതൊന്ന് മിക്സിയിലിട്ടൊന്ന് ചതച്ചെടുക്കാം. അപ്പോൾ നമ്മൾ പീരയുടെ അരപ്പ് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 4 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, അരിഞ്ഞിട്ടിട്ടുണ്ട്. ഒരു 2 കഷ്ണം വടക്കംപുളി. മാങ്ങ ഇഷ്ടമുള്ളവർക്ക് മാങ്ങ ഇട്ട് വെക്കാം. ഞാനിപ്പോൾ വടക്കംപുളി ഇട്ടാണ് വെക്കുന്നത്. 2 തണ്ട് കറിവേപ്പില, ഇതിനാവശ്യത്തിനുള്ള ഉപ്പ്. ഞാനിവിടെ എടുത്തേക്കുന്നത് ചാളയാണ്, മത്തിയല്ല ചാളയാണ്. നമുക്കിതിലേക്ക് ചാളയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് വെന്ത് കിട്ടാൻ വേണ്ടിയുള്ള വെള്ളം, കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പീരയായതുകൊണ്ട് നമുക്ക് ഒരുപാട് വെള്ളം വേണ്ട, നമുക്ക് കുറച്ച് വെള്ളം മതി. അപ്പോൾ നമുക്കിനി ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്കൊന്ന് അടച്ചു കൊടുക്കാം. അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മൾ പീര വറ്റിച്ചത് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ കുറച്ച് വെള്ളം കൂടെ ഒക്കെ ഒന്ന് വറ്റി വരണം. ഞാൻ ഇവിടെ അരച്ചേക്കുന്ന ശകലം കൂടെ ഒന്ന് അരഞ്ഞു പോയിട്ടുണ്ട്, ഇത്രയൊന്നും അരയണ്ട. നമുക്കിതിൽ കുറച്ച് വെള്ളം കൂടെ ഒന്ന് വറ്റിയതിന് ശേഷം നോക്കാം ഇങ്ങോട്ട്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. നമ്മളെ പീര വറ്റിച്ചതൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് നമ്മൾ അടിയിൽ കൂട്ടി ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ അടിപൊളി മീൻ പീര ഇവിടെ റെഡിയായി കഴിഞ്ഞു. എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ പുതിയതായിട്ട് വീഡിയോ കാണുന്ന ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.